നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹായ് എവ്രി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കിപ്പോൾ തിയറി പേപ്പർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പം അസൈൻമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ തിയറി പേപ്പറിന് എത്ര മാർക്ക് വേണം, എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് മാർക്കിന്റെ ഇമ്പോർട്ടൻസ് ഏത് രൂപത്തിലാണ് എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ തിയറി പേപ്പറിന് നമുക്ക് 70 മാർക്കാണ് വരുന്നത്. അപ്പം എല്ലാവരും 70 മാർക്ക് അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ എല്ലാവരും പഠിക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് രൂപത്തിലാണ് എക്സാംസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാം കേട്ടോ. അതുപോലെ തന്നെ നമുക്കിപ്പം എക്സാം മാത്രമല്ല, തിയറി പേപ്പറിന് മാത്രമല്ല, നമുക്ക് അസൈൻമെന്റിനും അതുപോലെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അസൈൻമെന്റിന് നമുക്ക് 30 മാർക്കാണ് വരുന്നത്. അപ്പോൾ 15 മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അസൈൻമെന്റിൽ പാസ്സാവത്തുള്ളൂ. അപ്പം അതിൻ്റെതായിട്ടുള്ള രീതിയോടുകൂടി തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. നമുക്ക് ഓൾറെഡി സബ്മിഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളത് നമുക്ക് ഫൈനോട് കൂടിയിട്ടുള്ള സബ്മിഷനാണ്. അപ്പോൾ ഇനി ആരെങ്കിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുക. നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ, നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം എല്ലാവർക്കും അറിയാം, നമുക്ക് ടോട്ടൽ തിയറി പേപ്പറിന് മാത്രം 70 മാർക്കാണ്. 70 മാർക്കിൽ 21 മാർക്കാണ് നമുക്ക് പാസ് മാർക്ക് വരുന്നത്. അതുപോലെ തന്നെ അസൈൻമെന്റ് പേപ്പറിൽ നമുക്ക് വരുന്നത് 30 മാർക്കാണ്. 30ൽ നമുക്ക് 15 മാർക്കാണ് പാസ് മാർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 2 മാർക്കും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോവരുത്. അസൈൻമെന്റിൽ നിങ്ങൾ പാസ്സാവണം, അതുപോലെ തന്നെ തിയറി പേപ്പറിൽ നിങ്ങൾ പാസ്സാവണം. അത് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്, ഒരുമിച്ചല്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടിലും നിങ്ങൾ പാസ്സായാൽ മാത്രമേ ടോട്ടൽ നിങ്ങൾക്ക് പാസ് മാർക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റിൽ പാസ്സായിരിക്കണം. അപ്പം 70ൽ നിങ്ങൾ 21 മാർക്കെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ മാത്രമേ പാസ്സാവത്തുള്ളൂ. മാക്സിമം നമ്മളൊരു 50 മാർക്കെങ്കിലും പ്രതീക്ഷിച്ച് വേണം പഠിക്കാനായിട്ട്. 50 മാർക്കിൽ കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ അസൈൻമെന്റ്സ് ഒക്കെ പറയുന്ന ഡേറ്റിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ലേറ്റ് ആക്കാത്ത രൂപത്തിൽ എല്ലാവരും സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആരെയിലുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാതിരിക്കരുത്, പ്രോപ്പറായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഫൈനോട് കൂടിയിട്ട് ഓൾറെഡി പറഞ്ഞു, ഫൈനോട് കൂടിയിട്ട് നമുക്ക് ഇനി സബ്മിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പം സബ്മിറ്റ് ചെയ്യാനുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫൈൻ അടച്ചിട്ടാണെങ്കിലും അസൈൻമെന്റ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുക. എക്സാംസും കാര്യങ്ങളൊക്കെ അതത് ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ തിയറി പേപ്പർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പേപ്പറുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്